അപ്പൊ രണ്ടാമതായി കൊണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം സലഫികൾ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണാധികാരികളുടെ തെറ്റുകൾക്കെതിരിൽ സലഫികൾ മൗനം പാലിക്കുന്നത് വലിയൊരു അപരാധമായിട്ട്, വലിയൊരു ഫിത്തനയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരു ആരോപണമാണത്. അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു സംശയം അതാണ്. ഇത് നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. അവരുടെ തിന്മകൾക്കെതിരെ, അവരുടെ തെറ്റുകൾക്കെതിരെ മൗനം പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നുള്ള സലഫി പണ്ഡിതന്മാർക്ക് ഈ ഖവാരിജുകളുടെ രീതി പിന്തുടരുന്ന ആളുകൾ പേര് കൊടുത്തിട്ടുള്ളത് ഉലമാ ഉസ്സലാത്തീൻ എന്നുള്ളതാണ്, കൊട്ടാരം പണ്ഡിതന്മാർ എന്നുള്ളതാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ? അവരുടെ തെറ്റുകൾക്കെതിരെ അവർ ശബ്ദിക്കുന്നില്ല, മിണ്ടാതിരിക്കുകയാണെന്നുള്ളതാണ്. അവരെ സോപ്പിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. സത്യം പറയുന്നില്ല. അവര് ഭീരുക്കളാണ് എന്നുള്ള സലഫി പണ്ഡിതന്മാർ ഭീരുക്കളാണ്. അവര് ദുർബലരാണ്, അവര് അടിച്ചമർത്തപ്പെട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ വിഷയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണാധികാരികളുടെ തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ തെറ്റുകൾക്കെതിരെ ശബ്ദിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവരുടെ തിന്മകൾ എതിർക്കേണ്ടതില്ല എന്നുള്ളത് ലോകത്ത് ഒരു സലഫി പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അത് സലഫികളുടെ നിലപാടല്ല. മറിച്ച് അത് ഖവാരിജുകളും അവരുടെ ആശയം പേറി നടക്കുന്ന ആളുകളും പ്രചരിപ്പിക്കുന്ന ഒരു ദുരാരോപണം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭരണാധികാരികളുടെ വലിയുൽ അംറിന്റെ അല്ലെങ്കിൽ ഉലുൽ അംറിന്റെ തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള ചെയ്തികൾക്കെതിരെ അവരെ ഇൻകാർ ചെയ്യേണ്ടതില്ല എന്നുള്ളത് ലോകത്ത് ഒരാളും അത് പറഞ്ഞിട്ടില്ല, ഒരു സലഫി പണ്ഡിതനും അത് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ നിലപാട് ഭരണാധികാരികളുടെ തിന്മകൾക്കെതിരെ അവരെ നമ്മൾ എതിർക്കേണ്ടത് പരസ്യമായിട്ടല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില നാടുകളിൽ ചില തിന്മകൾ ഉണ്ടാവും. ആ തിന്മകളെ മൊത്തത്തിൽ എതിർക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. ഉദാഹരണമായിട്ട് സിന, അതല്ലെങ്കിൽ റിബ, ഖംർ, ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ പല നാടുകളിലുണ്ടാകും. അത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ നമുക്ക് സംസാരിച്ചുകൂടെ, എഴുതിക്കൂടെ, പ്രസംഗിച്ചുകൂടെ, അതൊക്കെ നമുക്ക് ചെയ്യാം. മൊത്തത്തിൽ അത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ നമുക്ക് സംസാരിക്കാം, നമുക്ക് എഴുതാം, നമുക്ക് പ്രസംഗിക്കാം, ജനങ്ങളെ ബോധവൽക്കരിക്കാം, അതിനെ ഇൻകാർ ചെയ്യാം. അതിനൊന്നും ഒരു വിരോധവുമില്ല. പക്ഷെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരെ തിരിയുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങളാകരുത്, നടത്തരുത് എന്നർത്ഥം. ഒരു നാട്ടിൽ മദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ അത് ഹലാലാണ്, അല്ലെങ്കിൽ വ്യഭിചാരം ഹലാലാണ്. അപ്പൊ വ്യഭിചാരത്തിനെതിരെ ആരൊന്നും മുണ്ടാൻ പാടില്ല എന്നുള്ളത് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു പണ്ഡിതന്മാരും ഒരാളും വ്യഭിചാരത്തിനെതിരെ മുണ്ടാൻ പാടില്ല, കാരണം ഈ നാട്ടിൽ വ്യഭിചാരം ഹലാലാണ് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ പലിശ എന്നുള്ളത് അത് ഈ നാട്ടിൽ അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണെന്ന്, ഏതെങ്കിലും ഒരു നാട്ടിൽ അനുവദിച്ചിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളത് വിചാരിക്കുക. അതുകൊണ്ട് ഒരു പണ്ഡിതനും പലിശക്കെതിരെ പറയാൻ പാടില്ല, അതിന്റെ ആയത്തുകളോ അതിന്റെ ഹദീസുകളോ എടുത്ത് ഉദ്ധരിക്കാൻ പാടില്ല എന്നുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എത്രയോ നാടുകളിൽ ഇത്തരത്തിലുള്ള തിന്മകളുണ്ട്. എന്നിട്ട് ആദ്യ കാലഘട്ടത്തിൽ അതൊക്കെ ഹറാമാണെന്ന് ഫത്വ നൽകിയ ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ ഭരണാധികാരികളെ പഠിച്ചിട്ട് ഇനി മുതൽ, നാളെ മുതൽ വ്യഭിചാര ഹലാലാണെന്നുള്ള ഫത്വ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേരുകൾ ഉദ്ധരിച്ചേന്? നാളെ മുതൽ ഈ നാട്ടിൽ ഇത് ഹലാലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ വ്യഭിചാരം ഹലാലാണ്. അതല്ലെങ്കിൽ ഇതുവരെ പലിശ ഹറാമായിരുന്നു, എന്നാൽ നാളെ മുതൽ നാട്ടിൽ പലിശ ഹലാലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പലിശ നാളെ മുതൽ ഹലാലാണ്, അത് ഹറാമല്ല. ഈ രൂപത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ ഏതെങ്കിലും മുൻകാലത്ത് ജീവിച്ചിരുന്നവരോ അതല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ ആയ ആരെങ്കിലും ഫത്വ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുള്ളോ? ഇതൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഭീരുത്വമല്ല, ഇത് അഹ്ലുസുന്നയുടെ ഒരു രീതിയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചോദ്യം വന്നത്, ഇതൊക്കെ അഹ്ലുസുന്നയുടെ രീതി തന്നെയാണ്, സമ്മതിച്ചു. എങ്ങനെ? പരസ്യമായിട്ട് എതിർക്കാൻ പാടില്ല, അവരുടെ തിന്മകളെ പരസ്യമായിട്ട് നമ്മൾ ഇൻകാർ ചെയ്യരുത്. എന്നാൽ ഇതൊരു തരം ഭീരുത്വമല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം. ഇതൊരു തരം ദുർബലതയല്ലേ, സലഫികളുടെ ഭീരുത്വമല്ലേ? ഇവരുടെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഈ പറയുന്ന ഖവാരിജി ചിന്താഗതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വെട്ടിത്തുറന്ന് പരസ്യമായിട്ട് ഭരണാധികാരികൾ എതിർത്ത് പറയുന്ന ആളുകളാണ് അവര്. നേരത്തെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളുള്ളയുടെ ഷറഹിൽ നമ്മൾ വായിച്ചല്ലോ, അവരാണ് ധീരന്മാര്, അവരാണ് ആൺകുട്ടികൾ, അവരാണ് അള്ളാഹിനെ പോലുള്ള ഉലമാക്കൾ, അവർ മാത്രമാണെന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മുന്നിൽ വന്നു. ഇതൊരു തരം ഭീരുത്വമല്ലേ ഈ നിലപാട്?
അതൊരു തരം ദുർബലതയല്ലേ? അതിന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഹാദാ ഗലത്തുൻ മിൻ ഖായിലിഹി വഖില്ലത്തു ഫഹം. ഇതാരാണോ പറഞ്ഞത് അത് അവന്റെ ഒരു അബദ്ധമാണ്, അവന്റെ തെറ്റാണ്. ഈ നിലപാട്, ഈ വാദം എന്നുള്ളത് അത് പറഞ്ഞവന്റെ തെറ്റാണ്. വഖില്ലത്തു ഫഹം, അവന്റെ ഫഹമിന്റെ ഖില്ലത്താണ്, അപര്യാപ്തതയാണ് അത് സൂചിപ്പിക്കുന്നത്. ലിഅന്നഹും മാ ഫഹിമു അസ്സുന്ന വലാ അറഫുഹാ കമാ യംബഗി. അവർ സുന്നത്ത് മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കേണ്ടതുപോലെ അവരത് അറിഞ്ഞിട്ടില്ല, അവർ പഠിച്ചിട്ടില്ല. ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഇന്നത്തെ ചില ആൾക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താണ്, ഈ വാദം തെറ്റാണ്. അതിന്റെ കാരണം എന്താണ്? അവര് സുന്നത്തിനെ മനസ്സിലാക്കിയിട്ടില്ല, അറിയേണ്ടതുപോലെ അവര് സുന്നത്തിനെ അറിഞ്ഞിട്ടില്ല. വഇന്നമാ തഹ്മിലുഹും വൽ ഹമാസ വൽ ഗൈറ ലിഇസാലത്തിൽ മുൻകരി. അവരുടെ മനസ്സിലുള്ള എന്താ വെച്ചാൽ ഒരു തരം വികാരമാണ്, ആവേശമാണ്. ഈ കാണുന്ന തിന്മ എതിർക്കണം, അതിനെ നീക്കം ചെയ്യണം. കാരണം ഇതൊക്കെ ശറഅനെതിരാണ്. അപ്പൊ അവരെ നയിക്കുന്നത് ഒരു തരം വികാരമാണ്, ആവേശമാണ്, ഗൈറത്താണ്, ദേഷ്യമാണ്. കാരണം ഇതൊക്കെ ശറഅനെതിരായ കാര്യങ്ങളാണല്ലോ. കമാ വഖഅത്തിൽ ഖവാരിജ് വൽ മുഅ്തസില. ഏതുപോലെ? അങ്ങനെ മുഅ്തസിലത്തിനും ഖവാരിജിയത്തിനും സംഭവിച്ചതുപോലെ. യഥാർത്ഥത്തിൽ ഖവാരിജികൾക്ക് ഉണ്ടായിരുന്നതും മുഅ്തസിലത്തിനുണ്ടായിരുന്നത് എന്തായിരുന്നു? അവർക്കും ചില കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചത് ഹക്കിനോടുള്ള പ്രതിബദ്ധതയായിരുന്നു, സത്യത്തോടുള്ള സ്നേഹമായിരുന്നു. ആ സ്നേഹമാണ് പിന്നീട് മുസ്ലിങ്ങളെ മൊത്തത്തിൽ കാഫിറാക്കുന്നതിലേക്ക് ഖവാരിജികളെ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ ആര് വിശദീകരിക്കുകയാണ്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, സുന്നത്തിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇവർക്കുള്ളത് എന്താ വെച്ചാൽ ഒരു തരം വികാര പ്രകടനമാണ്. അത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. അഹ്ലുസുന്നത്തിന്റെ രീതി എന്താണെന്നുള്ളത് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഭരണാധികാരികളിൽ നിന്നുള്ള വരുന്ന തെറ്റാണെങ്കിൽ അവരെ അതിന് നസീഹത്ത് കൊടുക്കണം, അത് നിർബന്ധമാണ്. ഉപദേശിക്കണം, അതിനെ ഇൻകാർ ചെയ്യണം. അതിന്റെ രീതി എന്താ വെച്ചാല് അത് രഹസ്യമായിട്ട് അവരോട് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത്, അവര് സുന്നത്ത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തിന്റെ മനഹജ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കണം, അത് പഠിക്കണം, അതറിയണം. അവരെ ഉപദേശിക്കേണ്ടത്, അവർക്ക് നസീഹത്ത് കൊടുക്കേണ്ടത് രഹസ്യമായിട്ടാണ്. അവരുടെ അടുത്ത് ചെന്ന് അവരുടെ കൈ പിടിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ കൈ പിടിച്ച് രഹസ്യമായിട്ട്, അത് പബ്ലിക്കിലല്ല ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അത് പബ്ലിക്കിലല്ല കാര്യം ചെയ്യേണ്ടത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഇന്ന് കുഫർ വരെ ആരോപിക്കുന്നുണ്ട് പബ്ലിക്കിൽ. അങ്ങനെ ജനങ്ങളെ ഇളക്കി വിടുക, കുഫർ വരെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ജനങ്ങളെ മനസ്സിൽ ഇളക്കി വിടുക. അത് ഏതെല്ലാം കാര്യങ്ങൾ കുഫറാണ്, അതൊക്കെ അതിനെക്കുറിച്ച് പഠിച്ച് വിവരമുള്ള ആളുകൾ പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരെടുത്തിട്ട് അത് കുഫറാണോ അത് കുഫറാണോ എന്ന് പരിശോധിക്കേണ്ടതില്ല. പക്ഷെ ഇവർ ചെയ്യുന്ന ഓരോ തിന്മകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ തന്നെ കുഫറാണ്, അതുകൊണ്ട് അവർക്കെതിരെ ഖുറൂജ് ഉണ്ടാകണം എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കെതിരെ ഖുറൂജ് വേണം. അതിന് നിരന്തരമായി ജനങ്ങളെ പ്രേരിപ്പിക്കുക, ആ രൂപത്തിലുള്ള സംസാരങ്ങൾ കൊടുക്കുക, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിലാണെന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി രഹസ്യമായിട്ടാണ് ഉപദേശം കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ തെളിവെന്താണ്? അവരെ അടുത്തിരുന്ന് അവരോടൊപ്പം ഇരുന്ന്, അതല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച്. അതിന്റെ തെളിവ്, ഒന്നാമത്തെ തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. ഒന്നാമത്തെ തെളിവ് ഉലമാക്കളിൽ നിന്നുള്ള അവരുടെ തിന്മകൾ, അവർക്കെതിരെ അവരെ നമ്മൾ ഇൻകാർ ചെയ്യേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് പരസ്യമായിട്ട് അവരെ ഇൻകാർ ചെയ്ത സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെതായ ചില സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, ചില ഷുറൂത്തുകളുണ്ട്, ലവാബിത്തുകളുണ്ട്. അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് സലഫി പണ്ഡിതന്മാരാരും കാണാത്ത തെളിവുകളൊന്നുമല്ല. അത് ചില ആളുകൾ എടുത്ത് ഉദ്ധരിക്കുന്നത് കണ്ടാൽ തോന്നും ഈ ഹദീസുകളും ഈ സംഭവങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമ്മളത് വിശദീകരിക്കും. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞു നോക്കിക്കോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദ അൻ യൻസഹ ലിദി സുൽത്താനിൻ ഫലാ യുബ്ദിഹി അലാനിയ. ഭരണാധികാരിക്ക് നസീഹത്ത് കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതവൻ പരസ്യമായിട്ട് ചെയ്യരുത്. കണ്ടോ? അതവൻ പരസ്യമായിട്ട് ചെയ്യരുത്. അത് മിമ്പർമെന്നല്ല പറയേണ്ടത്, അതല്ലെങ്കിൽ അത് വാട്സപ്പിലല്ല പറയേണ്ടത്, അത് ഫേസ്ബുക്കിലല്ല പറയേണ്ടത്, ട്വിറ്ററിലല്ല പറയേണ്ടത്. ഫലാ യുബ്ദിഹി അലാനിയതൻ വലാകിൻ യഖുദു ബിയദിഹി. ആ ഭരണാധികാരിയുടെ കൈ പിടിക്കണം. ഫയഖ്ലു ബിഹി, എന്നിട്ട് ആ ഭരണാധികാരിയുമായിട്ട് ഒറ്റക്കാകണം. ഫൈൻ ഖബില മിൻഹു ഫദാക.
അവൻ നിന്റെ നസീഹത്ത് കേട്ടാൽ അത് അവന് നല്ലത്. വഇല്ലാ കാന ഖദ് അദ്ദല്ലദി അലൈഹി, അല്ലെങ്കിൽ നീ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത, ആ നസീഹത്ത് കൊടുക്കാനുള്ള ബാധ്യത അത് നീ നിർവഹിച്ചു കഴിഞ്ഞു, നിന്റെ ബാധ്യത കഴിഞ്ഞു. പിന്നീട് അയാളും അള്ളാഹും തമ്മിൽ എന്തോ ആയിക്കോട്ടെ, നിനക്ക് നസീഹത്ത് കൊടുക്കാനുള്ള ബാധ്യത അതോടുകൂടിയിട്ട് തീർന്നു. ഈ ഹദീസ് ഇമാം അഹ്മദ് ഹംബൽ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? അതല്ലാത്തവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സ്വഹിയാക്കിയിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സ്വഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് എടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ദർസിൽ ഈ ഹദീസ് എടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് നിഷേധിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഹദീസ് മാത്രമാണോ തെളിവ്? അതല്ല. ഈ ഹദീസിന് ചില ദുർബലതകൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഒരേപോലെ പിന്നെ ഈ ഹദീസ് ലൈഫാണെന്നുള്ള ചില ആൾക്കാരുടെ വർത്താനം കേട്ടാ തോന്നും ഈ ഹദീസിന് ആരും സ്വഹീഹാക്കിയിട്ടില്ല എന്നുള്ളതാണ് ചില ആൾക്കാരുടെ സംസാരം കേട്ടാ തോന്നുക. അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഈ ഹദീസ് അവരുടെ ദർസുകളിൽ ഉദ്ധരിച്ച് ജനങ്ങൾക്ക് നസീഹത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ എന്താ? ഈ ഒരു ഭരണാധികാരിക്ക് നസീഹത്ത് കൊടുക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്. അത് അയാളുടെ അടുത്ത് നിന്ന് അയാളുടെ കൈക്ക് പിടിച്ച് പിന്നെ അതിനെ രഹസ്യമായിട്ട് നേർക്ക് നേരെ നസീഹത്ത് കൊടുക്കേണ്ടി ചെയ്യേണ്ടത്. അയാൾ സ്വീകരിച്ചാൽ അത് അയാൾക്ക് കയറ്, ഇല്ലെങ്കിൽ നിന്റെ ബാധ്യത എന്താണോ അത് തീർന്നു എന്നുള്ളതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പൊ ഒന്നാമത്തെ ഹദീസ്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഹദീസ് കേട്ടോ. ഉസാമ റളിയല്ലാഹു തആല അൻഹു, സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പ്രഗൽഭൻ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളൊക്കെ പിന്നെ അധികാരം കൊടുക്കുന്നു, ഗവർണർമാരാക്കുന്നു, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഞാനത് വിശദീകരിക്കുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് നേരിട്ടൊന്ന് പോയിട്ട് ഹദീസിലുള്ളതിലെ വതൈത ഫുലാനൻ ഫകല്ലംതഹു, ഉസ്മാൻ റളിയല്ലാഹു, ഈ ഹദീസിൽ പേര് പറഞ്ഞിട്ടില്ല, വേറെ ചില ഹദീസിൽ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിനോട് പോയിട്ട് നേരിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചുകൂടെ? ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ നാട്ടിലെ ഖലീഫയാണ്. അപ്പൊ ജനങ്ങൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇത്തരത്തിലുള്ള ഈ പരസ്യമായിട്ടുള്ള ഈ ഇൻകാറാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ വിപ്ലവം ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെടുന്നത് അങ്ങനെയാണ്. അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് അങ്ങനെയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹുവും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഭരണാധികാരികളുടെ തിന്മകൾ, അത് ചിലത് ഹക്കായിരിക്കും, ചിലത് ബാത്തിലായിരിക്കും. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നിരന്തരമായി പ്രചരിപ്പിച്ച് ജനങ്ങൾ എന്താണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് ആ നാട്ടിൽ കലാപുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചില ആളുകൾ ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹുവിനോട് താങ്കൾക്ക് സംസാരിച്ചുകൂടെ? അതിന് ഉസാമ റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി ശ്രദ്ധിച്ചോ. ഇന്നക്കും ല തുറൗന അന്നി ലാ ഉകല്ലിമുഹു ഇല്ലാ ഉസ്മിഉക്കും, എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണമെങ്കിൽ അത് നിങ്ങളെ കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് മാത്രമാണോ എനിക്ക് ഉസ്മാൻ റളിയല്ലാഹുവിനോട് സംസാരിക്കാൻ പറ്റുക? ഇന്ന് സലഫി പണ്ഡിതന്മാര് ഭീരുക്കളാണ്, അവര് സോപ്പിടുന്ന ആളുകളാണ്, ഭരണാധികാരികളെ സോപ്പിട്ട് നടക്കുന്ന ആളുകളാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അള്ളാനെ പേടിയില്ലാത്ത ആൾക്കാർ എന്നാണ്. അത് പച്ചക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് എന്ത് പറയാ? കൊട്ടാരം പണ്ഡിതന്മാരെന്നോ ഭീരുക്കളാണെന്നോ പേടിയെന്നാണെന്നൊക്കെ പറയാം. പച്ചക്ക് അതിന്റെ അർത്ഥം എന്താണ്? അള്ളാനെ പേടിയില്ല, ഭരണാധികാരികളെയാണ് പേടിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അത് ഭരണാധികാരികളെ പേടിച്ചിട്ടല്ല, അത് അഹ്ലുസുന്നന്റെ നിലപാട് അങ്ങനെ ആയതുകൊണ്ടാണ്. അത് പറയേണ്ട ഒരു രീതിയുണ്ട്, ഒരു മനഹജുണ്ട്. ഭരണാധികാരികളോടുള്ള തെറ്റുകളെ വിമർശിക്കുമ്പോൾ മൊത്തത്തിൽ പറയാം. നമുക്ക് മൊത്തത്തിലൊരു വിഷയം സംസാരിക്കുന്നതിന് ആരും എതിർത്തിട്ടുമില്ല. അങ്ങനെ ഒരു പണ്ഡിതനും പറയാതിരുന്നിട്ടുമില്ല. ഏതെങ്കിലും നാട്ടിൽ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ മാറ്റി പറഞ്ഞതായിട്ട്? അവിടെ അത് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ അത് ഹലാലാണെന്നുള്ളത് ആരാ പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ ഇവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ ആളുകളോട് ചോദിച്ചു, നിങ്ങളെ കേൾപ്പിക്കാതെ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റൂലേ? എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി കേട്ടോ. ഇന്നി ഉകല്ലിമുഹു ഫിസ്സിരി ദൂന അൻ നഫ്തഹ ബാബൻ ലാ അകൂനു അവ്വല മൻ ഫതഹഹു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ? ഫിസ്സിരി, രഹസ്യമായിട്ട് കേട്ടോ. ഇത് ഹദീസാണ്. നേരത്തെ പറഞ്ഞതിന് ചെറിയ ദുർബലത ഉണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളാൻ നിൽക്കണ്ട. അത് സ്വഹിയാക്കിയ ആൾക്കാരുണ്ട്. ഈ ഹദീസിന് ഉദ്ധരിച്ചിട്ടുള്ളത് ആരാ കേൾക്കണോ? അത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്.
ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് രഹസ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് വലീദ് ബിൻ ഉഖ്ബന്റെ ഒരു വിഷയമാണ്. വലീദ് ബിൻ ഉഖ്ബ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒരു കുടുംബക്കാരനാണ്. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വേറെ വിശദമായിട്ടുള്ള വേറെ സംഭവമാണ്. അപ്പൊ വലീദ് ബിൻ ഉഖ്ബന്റെ വിഷയം ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ സംസാരിച്ചിട്ടുണ്ട്? ഇന്നി യുകല്ലിമുഹു ഫിസ്സിരി, കണ്ടോ, ഞാൻ രഹസ്യമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെ കേൾപ്പിച്ചിട്ട് വേണോ സംസാരിക്കാൻ? എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതുവരെ തുറക്കാത്തൊരു ഒരു വാതില്, ആ വാതില് ആദ്യം ഞാൻ തുറക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ വാതില് തുറക്കുന്ന ആള് ഒന്നാമത്തെ ആളാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതാണ് ആ വാതില്? അതിന് ഉലമാക്കൾ ശറഹ് കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ആ വാതില് തുറക്കുക എന്ന് പറഞ്ഞാൽ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, എന്താണ് ആ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ? ആ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ കേട്ടോ, അൽ മുജാഹറത്തു ബിൽ ഇൻകാരി അലൽ ഉമറാഇ ഫിൽ മലൈ, പബ്ലിക്കിൽ വെച്ചിട്ട് ഭരണാധികാരികളെ വിമർശിച്ചിട്ട് സംസാരിക്കുക. പൊതുജന മധ്യത്തിൽ അൽ മുജാഹറത്തു ബിൽ ഇൻകാരി അലൽ ഉമറാഇ ഫിൽ മലൈ, പബ്ലിക്കില് ഭരണാധികാരികൾ എതിർത്തുകൊണ്ട് സംസാരിക്കുക, വിമർശിച്ചിട്ട് സംസാരിക്കുക. കാരണം അതൊരു ഫിത്തനയിലേക്കെത്തും, ഫസാദിലേക്കെത്തും, നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാര് കൊടുത്ത വ്യാഖ്യാനാണ്? ആ ഹദീസിന് ഇമാം നവവി കൊടുത്ത വ്യാഖ്യാനാണ്. ആ വാതിൽ ആദ്യം തുറക്കുന്ന ആളാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഉസാമ പറഞ്ഞല്ലോ. ഏതാണ് ആ വാതില്? ഭരണാധികാരികളെ പരസ്യമായിട്ട് എതിർക്കുക, വിമർശിക്കുക എന്നുള്ള ബാബ്. ആ വാതിൽ തുറക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഇമാം നബി കൊടുത്ത വ്യാഖ്യാനാണത്. എന്നിട്ട് ഇമാം നബി പറയുന്നു, കമാ ജറ അലി ഖതലത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അത്തരത്തിലുള്ള ഒരു ഫിത്നയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ ആ ഹദീസ് പറഞ്ഞു, 2 ഹദീസുകൾ പറഞ്ഞു. ഇനി ഈ ഹദീസിന് വല്ല ദുർബലതയും ആരോപിക്കാനുണ്ടോ? ഇനി ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഉസാമ റളിയല്ലാഹു പറഞ്ഞിട്ടുള്ള വാതില്, അദ്ദേഹം തുറക്കാൻ ഇഷ്ടപ്പെടാത്ത വാതിൽ ഏതാണ്? അൽ മുജാഹറത്തു ബിൽ ഇൻകാർ അലൽ ഉമറാഇ ഫിൽ മലൈ. ഇമാം നവവി പറഞ്ഞതുപോലെ തന്നെ പബ്ലിക്കിൽ വെച്ചിട്ട് പിന്നെ ഭരണാധികാരികളെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുക, അവരെ ആക്ഷേപിക്കുക, അവരുടെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുക. ലിഅന്ന ഫിൽ ഇൻകാരി ജിഹാറൻ മാ യുഖ്ശ ആഖിബതുഹു, കാരണം അതിന്റെ പര്യവസാനം എന്തായിരിക്കും? ഭയപ്പെടേണ്ട പര്യവസാനമായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഇൻകാറാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് വിഷയം. അപ്പൊ 2 ഹദീസുകൾ പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ 2 ഹദീസുകളും ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വലമ്മാ ഫതൽ ഖവാരിജുൽ ജുഹാൽ, ഈ വിഡ്ഢികളായ ഖവാരിജികൾ തുറന്നപ്പോൾ, ഏത് വാതില്? ബാബ ശദ്ദി ഫി സമാനി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഷർറിന്റെ വാതിലുകൾ ഈ ജാഹിലീങ്ങളായ ഖവാരിജികൾ തുറന്നു. വാൻകറു അല ഉസ്മാന അലനൻ, ഉസ്മാൻ റളിയല്ലാഹുവിനെ പരസ്യമായിട്ട് അവർ എതിർത്തു. കണ്ടോ, ഉസ്മാൻ റളിയല്ലാഹുവിനെ പരസ്യമായിട്ട് എതിർത്തു. ആര്? ഖവാരിജികൾ. അങ്ങനെ അളമത്തിൽ ഫിത്ന വൽ ഖിതാൽ വൽ ഫസാദ് അല്ലദീ ലാ യസാലു നാസു ഫി ആസാരിഹി ഇലൽ യൗം. അങ്ങനെ ഫിത്ന ഉണ്ടായി, യുദ്ധം ഉണ്ടായി, ഫസാദ് ഉണ്ടായി. അതിന്റെ അനന്തരഫലങ്ങൾ ഇന്നും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അന്ന് ജാഹിലീങ്ങളായ ഖവാരിജികൾ തുറന്ന വാതില് എന്താ? പരസ്യമായിട്ട് ഭരണാധികാരികൾ എതിർക്കുക എന്നുള്ളത്, ഉസ്മാൻ റളിയല്ലാഹുവിനെ എതിർക്കുക എന്നുള്ളതാണ് ഖവാരിജികൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ തിന്മകളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കുക എന്നുള്ളതാണ്, അദ്ദേഹത്തെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിന്റെ അനന്തരഫലം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിശദീകരിക്കണം, ഹത്ത ഹസ്വലത്തിൽ ഫിത്ന, അങ്ങനെ ഫിത്ന ഉണ്ടായി ബൈന അലി വ മുആവിയ, അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും ഇടയിൽ. വഖുത്തില ഉസ്മാൻ വ അലി റളിയല്ലാഹു അൻഹുമാ, ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടു, അലി റളിയല്ലാഹു കൊല്ലപ്പെട്ടു. ബിഅസ്ബാബി ദാലിക, അതിന്റെ കാരണം കൊണ്ട്. വഖുത്തില ജംഉൻ കസീറുൻ മിന സ്വഹാബ, സ്വഹാബികളിൽപ്പെട്ട ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. വഗൈരിഹിം ബിഅസ്ബാബിൽ ഇൻകാരിൽ അലനി, എന്തുകൊണ്ട്? പരസ്യമായി എതിർത്തത് കൊണ്ട്. വദിക്കിരിൽ ഒയൂബി അലനൻ, പരസ്യമായി അവരുടെ ഐബുകൾ, ഭരണാധികാരികളുടെ ന്യൂനതകൾ, അവരുടെ കുറ്റങ്ങളും കുറവുകളും ഈ പൊതുജന മധ്യത്തിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് ഈ ഫിത്തനകൾ ഉണ്ടായി, ഫസാദുകൾ ഉണ്ടായി, യുദ്ധമുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടു, അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, ഒരുപാട് സഹാബികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ആര് വിശദീകരിക്കാണ്? ഈ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 ഹദീസുകളെയും വിശദീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ 2 ഹദീസുകൾ പറഞ്ഞു. ഇനി ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണം, ആ ഹദീസിന്റെ ഷറഹുകൾ പറഞ്ഞു. ഇനി ആ ഹദീസിന് ഷൗക്കാനി കൊടുത്ത ഷറഹ്, ആ ഹദീസിന് അതേപോലെ തന്നെ അഹ്ലുസുന്നയുടെ മറ്റ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള ഷറഹ് ഒക്കെ ഈ രൂപത്തിലുള്ള ഷറഹാണ് വന്നിട്ടുള്ളത്.
അപ്പൊ അവരോട് നസീഹത്ത് കൊടുക്കേണ്ടത് അതെങ്ങനെ ഇരിക്കണം? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അവരോട് നേരിട്ട്, അതല്ലെങ്കിൽ അവരെ പരിചയമുള്ള പണ്ഡിതന്മാർ മുഖേന, അതല്ലെങ്കിൽ അവരിലേക്ക് നേരിട്ട് ലെറ്ററുകൾ അയക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഇങ്ങനെ ലെറ്ററുകൾ പോയിട്ടുണ്ട്. അവർക്ക് ലെറ്ററുകൾ അയച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആളുകളിലൂടെ, അതല്ലെങ്കിൽ അവരുടെ മുന്നിൽ നേരിട്ട് പോയിട്ട്, അതല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നമുക്ക് എത്തിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്കുള്ള ബാധ്യത എന്താണ്? അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിച്ചാൽ അവർക്ക് നല്ലത്. അതല്ലാതെ നമ്മൾ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ നിന്നാൽ അവരുടെ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് കണ്ടോ, അത് കണ്ടോ, അതവിടെ ഹലാലാക്കി, ഇത് കണ്ടോ, അതവിടെ ഇതാക്കി, ഇത് കണ്ടോ, മറ്റത് കണ്ടോ, മറിച്ചത് കണ്ടോ, എന്നിട്ട് ഏത് വരെയെന്ന് ചോദിച്ചാൽ അവസാനം പറഞ്ഞ് അവരൊക്കെ കുഫറാണ്, ലോകത്തുള്ള മുസ്ലിം ഭരണാധികാരികളൊക്കെ കാഫിരീങ്ങളാണ് എന്നുള്ളിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കും. അവസാനം പറഞ്ഞു വരെ എടുക്കാറിയോ, കണ്ടോ അത് കുഫറല്ലേ, അത് പറഞ്ഞിട്ട് വരെ സമർത്ഥിക്കും. ഇന്ന് ലോകത്തുള്ള മുസ്ലിം ഭരണാധികാരികൾക്കൊക്കെ കുഫർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വരെ സമർത്ഥിക്കും. അതെന്തിനാ അവര് പറയണത് അറിയോ? കാരണം വ്യക്തമായ കുഫർ കാണാതെ അവരോട് ഖുറൂജ് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. വ്യക്തമായ കുഫറാണെങ്കിൽ ഖുറൂജ് നടത്താം. ആ കുഫർ എന്തായിരിക്കണം? ബവാഹൻ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. സ്വരീഹ്, വ്യക്തമായ കുഫറായിരിക്കണം. എങ്കിൽ അവരോട് എന്ത് ചെയ്യുക? ഖുറൂജ് നടത്താം. അപ്പൊ അവര് പറഞ്ഞിട്ടാണ് സമർത്ഥിക്കും. അത് കുഫറല്ലേ, ഇത് കുഫറല്ലേ. ഏത് ഖവാരിജികൾ ചെയ്ത അതേ പരിപാടി തന്നെ. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഒരു ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഫതാവൽ ഉലമായി ഫിസ് തൗറാത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രന്ഥം, എന്റെ കയ്യിലുള്ള ഈ ചെറിയൊരു ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ഉലമാക്കളുടെ ഫത്വകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഫത്വകൾ. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ ചില ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എത്ര സത്യാണത്! അദ്ദേഹം പറയുന്നത് ഫഖദ് നബതത് നാബിതത്തും മിനശ് ശബാബിൽ മുസ്ലിമീൻ, ചില ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ലം യതഫഖഹു ഫിദ്ദീനി ഇല്ലാ ഖലീല, ദീൻ അവർ വളരെ കുറച്ച് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ശരിയല്ലേ? ഈ പറയുന്ന ഈ ഖവാരിജ് പിന്നെ ഈ IS വിഷയത്തിലൊക്കെ സലഫി പണ്ഡിതന്മാർക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? ആ പറയുന്ന ആളുടെ വലുപ്പം എന്താ അല്ലേ? 7ാം ക്ലാസ് പോയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ 7ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പോയിക്കും. ചിലപ്പോൾ കുറച്ച് ഇംഗ്ലീഷും അറിയും, ചിലപ്പോൾ ഗ്രാമറും അറിയും. എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ ഉലമാക്കളെയും ജർഹ് ചെയ്യാൻ നടക്കണം അവര്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താണ്? ഇന്നുള്ള ചില ചെറുപ്പക്കാര് അവര് ദീന് വളരെ യതഫഖഹു ഫിദ്ദീനി ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ അവര് ദീൻ മനസ്സിലാക്കിയിട്ടില്ല. വറഔ, അവർ കാണുന്നത് എന്താ? അന്നൽ ഹുക്കാം ലാ യഹ്കുമൂന ബിമാ അൻസലല്ലാഹ് ഇല്ലാ ഖലീല, ഭരണാധികാരികൾ ഇന്ന് അള്ളാഹുവിന്റെ ഹുക്കും അനുസരിച്ചിട്ട് വളരെ കുറച്ചേ വിധിക്കുന്നുള്ളൂ. കണ്ടോ, ഇന്നത്തെ ചില ആൾക്കാർ ഇതിങ്ങനെ നിരന്തരമായിട്ട് കണ്ട, അവർ ആ നിയമം കൊണ്ടുവന്നു, അത് അള്ളാഹിന്റെ വിധിക്കെതിരല്ലേ, അപ്പൊ ശരിയാണ് കുഫർ, അവിടെ അത് കൊണ്ടുവന്നു. ഇതൊക്കെ ഈ കുഫറിന്റെ ഒക്കെ വിഷയം, ഇതൊക്കെ ആര് സംസാരിക്കേണ്ട വിഷയമാണ്? ഇനി ചോദിക്കട്ടെ, വ്യക്തമായ കുഫറാണെന്ന് ബോധ്യപ്പെട്ടു, എന്നാൽ അവർക്കെതിരെ ഖുറൂജ് നടത്താൻ പറ്റുമോ? ഇനി ഏതെങ്കിലും ഒരു ഭരണാധികാരി വ്യക്തമായ കുഫർ ഉണ്ട് എന്നാണ് സമ്മതിക്കുക, അങ്ങനെ സമ്മതിച്ചാൽ അവർക്കെതിരെ ഖുറൂജ് പറ്റുമോ? അതിനും ശുറൂത്തുകളുണ്ട്. എന്താ ശുറൂത്തുകൾ? കുഫറാണെന്ന് തന്നെയാണ് കൂട്ടിക്കോളി, എന്നാ അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ? അതിനും ചില ശുറൂത്തുകളുണ്ട്. പഠിക്കുക എന്താന്നുള്ളത്. കുഫറാണെന്നുണ്ട് അംഗീകരിച്ചോളിയും, കുഫറാണെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാന്നാണല്ലോ, ഖുറൂജ് നടത്താന്നാണല്ലോ, അവരെ താഴെ ഇറക്കാന്നുള്ളതാ. എന്നാൽ കുഫറാണെന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അതിനും ചില ശുറൂത്തുകളുണ്ട്. അതെന്താ? പല ഷർത്തുകളുണ്ട്, ഒന്നിലധികം ശുറൂത്തുകളുണ്ട്. എന്നിട്ട് ഇതൊന്നും പഠിക്കാതെ ഇതിന്റെ ഫിത്നയും കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ മനസ്സിലായില്ലേ? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയണത് ഇന്നത്തെ ഭരണാധികാരികളൊന്നും എന്താണ്? അള്ളാഹുവിന്റെ ഹുക്കം അനുസരിച്ചിട്ട് വളരെ കുറച്ചേ വിധിക്കുന്നുള്ളൂ. ഫറഔ, അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിൽ അവർ കാണുന്നത് എന്താണ്? അൽ ഖുറൂജ് അലൈഹിം, കണ്ടോ, ഈ ഭരണാധികാരികൾക്കെതിരൊക്കെ വിപ്ലവം ഉണ്ടാക്കണം. ദൂന നസ്തശീറു അഹ്ലുൽ ഇൽമി വൽ ഫിഖ്ഹി വൽ ഹിക്മത്തി മിൻഹും, അഹ്ലുൽ ഇൽമ പണ്ഡിതന്മാരായ ആളുകളോട് ഒരു മുഷാവറ അവർ നടത്തൂല. ഇൽമുള്ള ദീനുള്ള പണ്ഡിതന്മാരായ ആളുകളോട് ഒരു കൂടിയാലോചനയും നടത്താതെ എന്താണ്, അവരുടെ തലക്കനുസരിച്ച് തോന്നിയതുപോലെ അവർ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് കണ്ടോ, ഈ പണ്ഡിതന്മാരൊക്കെ കുഫറിലാണ്, ഈ പണ്ഡിതന്മാരൊക്കെ അള്ളാഹ് അനുസരിച്ചിട്ട് വിധിക്കാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് ഇതിനു വേണ്ടിയിട്ട് നടക്കുകയാണ് എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇവര് ദീനിനെ കുറിച്ച് വളരെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ.
എന്നിട്ട് ഇവരാണ് ഇതും പറഞ്ഞിട്ട് നടക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ഷെയ്ഖ് അൽബാനി ഇങ്ങനെ പറഞ്ഞിട്ട് പോകാണ്, ഇവരാണ് ലോകത്ത് ഫിത്ന ഉണ്ടാക്കിയത്, മിസ്റിൽ, സിറിയയിൽ, ജസായറിൽ, അതിന്റെ മുമ്പ് പിന്നെ ഹറമില്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഷെയ്ഖ് അൽബാനി ഫഖാലഫു ബിദാലിക ഹാദൽ ഹദീസ് അസ്സഹീഹ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹുവിന്റെ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിനെ വിശദീകരിക്കുകയാണ്. സമുൻ തോത്തും, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് കരാർ കൊടുത്തു എന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിക്കുകയാണ് ഷെയ്ഖ് അൽബാനി. ആ ഹദീസിന് ഇവരെതിരായിരിക്കുന്നു. മാത്രമല്ല അല്ലദീ ജറ അലൈഹി അമലുൽ മുസ്ലിമീന സലഫൻ വഖലഫൻ ഇല്ലൽ ഖവാരിജ്. സലഫുകളും ഖലഫുകളും യോജിച്ച ഈ വിഷയത്തിൽ ഇവരതിനോട് എതിരാണ്. ഇല്ലൽ ഖവാരിജ്. ഈ ഹദീസിനോട് എതിരായിട്ടുള്ളത് ആര് മാത്രമാണ്? ഖവാരിജുകൾ മാത്രമാണ്. ബാക്കിയുള്ള പൂർവീകരും ആധുനികരും എന്താണ്? ആ ഹദീസിനോട് യോജിക്കുന്ന ആളുകളാണ്. അതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഖവാരിജുകൾ മാത്രമാണ് ആ ഹദീസിനോട് എതിരായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ട് എന്നാര് പറയാണ്? ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ ശറഹ് ചെയ്തുകൊണ്ട് പറയും. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ വിഷയം. ഇനി പരസ്യമായി വിമർശിച്ച ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേത് സന്ദർഭത്തിലാണ്? അതിന്റെ ശുറൂത്തുകൾ എന്താണ്? ഏത് സമയത്താണ്, ഏത് സന്ദർഭത്തിലാണ് ഭരണാധികാരികളെ പരസ്യമായിട്ട്, അവരോട് പരസ്യമായിട്ട് വിമർശിക്കാൻ നമുക്ക് അനുവാദമുള്ളത് എന്നുള്ളത് കൃത്യമായി അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഈ അഹ്ലുസുന്നന്റെ റൂട്ട്, അതിന്റെ മനഹജ് ഇതാണ്. എന്ത്? ഭരണാധികാരികളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ഇൻകാർ ചെയ്യാനുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഹദീസുകൾ പറഞ്ഞു, അതിന്റെ ഷറഹുകൾ പറഞ്ഞു. ഇതെല്ലാം പാടെ വിശദീകരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളൊരു 20 മിനിറ്റ് 25 മിനിറ്റ് മാത്രം ക്ലാസ് എടുക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിൽ വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തു പോകാനേ നമുക്ക് പറ്റുള്ളൂ. ഇത് വളരെ വിശദമായിട്ട് മണിക്കൂറുകളോളം ക്ലാസ് എടുക്കേണ്ട ഒരു വിഷയമാണ്. അതിന്റെ ഓരോ തെളിവുകൾ, അതിന്റെ ഓരോ ഷറഹുകൾ, അതിന്റെ വിമർശനങ്ങൾ, അതിന്റെ ഖണ്ഡനങ്ങൾ, അങ്ങനെ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണത്. അപ്പോ ഇതാണ് ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നയുടെ നിലപാട്. അതല്ലാതെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരൊക്കെ ഭീരുക്കളായതുകൊണ്ടോ, അവരെ സോപ്പിടുന്ന ആൾക്കാരായതുകൊണ്ട്, അവരുടെ ആനുകൂല്യം പറ്റുന്ന ആളുകളായതുകൊണ്ട്, അള്ളാഹനെ പേടില്ലാത്ത ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടൊന്നുമല്ല. അഹ്ലുസുന്നന്റെ അഖീദ അതാണ്, ഈ വിഷയത്തിലുള്ള നിലപാട് അതാണ്. മറ്റത് ഖവാരിജികളുടെ അഖീദയാണ്. ആ ആദർശം സ്വീകരിക്കുന്ന, അത് പേറി നടക്കുന്ന ആളുകളുടെ വിശ്വാസമാണ്. അത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല. ഇനി മാത്രമല്ല അവിടെ ആലോചിക്കേണ്ട വിഷയം എന്താണ്? ഇങ്ങനെ ഖുറൂജ് ഉണ്ടാക്കിയ നാട്ടിലുള്ള അവസ്ഥ എന്താണ്? അവിടെ അതുകൊണ്ട് ഖൈറാണോ ഷർറാണോ ഉണ്ടായിട്ടുള്ളത്? ഏത് നാടാണെങ്കിലും അതുകൊണ്ട് ഖൈറാണോ ഷർറാണോ ഉണ്ടായിട്ടുള്ളത്? ചില ഭരണാധികാരികളെ ചില നാടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി. ചില ഭരണാധികാരികൾ സുഹൃത്തരായിരിക്കും, വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇങ്ങനെ വിപ്ലവം ഉണ്ടായ നാടുകളിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ന് കയറിക്കിടക്കാൻ ഒരു വീടില്ല. ഒരു വീടില്ലാത്തവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു തരി മണ്ണ് അവരുടെ കയ്യിലില്ല. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അവിടെ കൊല്ലപ്പെട്ടത് ലക്ഷങ്ങളാണ്. ആ ഖുറൂജ് കൊണ്ട്, ആ വിപ്ലവം കൊണ്ട് ആ നാടുകളിൽ ഉണ്ടായിട്ടുള്ളത് ഖൈറാണോ ഷർറാണോ? അത് പറയും. അത് നമ്മുടെ മുന്നിൽ ഒരു പച്ച സത്യമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. ഏത് നാടെടുത്ത് നിങ്ങൾ പരിശോധിച്ചോ, അവർക്ക് നല്ലത് ആ ഭരണാധികാരികളുടെ തിന്മ അതിൽ ക്ഷമിച്ച് ജീവിക്കായിരുന്നോ നല്ലത്? നിങ്ങൾ പറയും. ലക്ഷക്കണക്കിന് ആളുകളെ ചോരപ്പുഴയാണ് അത്തരത്തിലുള്ള നാടുകളിൽ ഒഴുകിയത്, അല്ലെ? രക്തപ്പുഴ ഒഴുകിയെന്നാണ് ആ നാടുകളിൽ. ഇന്നും ലക്ഷങ്ങൾ അഭയാർത്ഥികളായിട്ട് ലോകത്തിന്റെ വിവിധ നാടുകളിൽ നടക്കണം. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായതാ? ആ നാട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. ഖുർആനും സുന്നത്തിനെതിരായിട്ട് എന്തെങ്കിലും ചിലത് ചെയ്തിട്ടുണ്ടാകും. അതിനെവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച്, മറ്റോടത്ത് പ്രചരിപ്പിച്ച്, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അവിടെ ഖുറൂജ് ഉണ്ടാക്കി. അവസാനം അവിടെ ഉണ്ടായത് അതിനേക്കാൾ വലിയ ഫിത്നയും ഫസാദുകളും. ഒരു നിർഭയത്തല്ലാത്തൊരവസ്ഥനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ശരിക്ക് കടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഒരു വീടില്ലാത്ത അവസ്ഥ, ഒരു തരി മണ്ണില്ലാത്ത അവസ്ഥ, അവരുടെ കുട്ടികളുടെ അവസ്ഥ, അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ. എന്നും വെടിവെച്ചകള്, കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ. ആ മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അംറും ബിൽ മഅറൂഫി നഹ്യു അനിൽ മുൻകറിന് ശുറൂത്തുകളില്ലേ? ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ വലിയ തിന്മകളാണെങ്കിൽ ആ കാര്യം പറയാൻ പാടില്ല എന്നുള്ളതാ. അംറും ബിൽ മഅറൂഫി നഹ്യു അനിൽ മുൻകറിന് ശുറൂത്തുകളില്ലേ? ആ ശുറൂത്തുകളിൽ ഒന്നെന്താ? അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല. അത് പറയുമ്പോൾ ആർക്കും പ്രശ്നമില്ല. പക്ഷെ ഭരണാധികാരികളോടുള്ള സമീപനം പറയുമ്പോൾ ചില ആൾക്കാർ ആരൊക്കെ ഭീരുക്കളാണെന്ന് പറഞ്ഞിട്ട് നടക്കുക, അവർക്കൊന്നും ഒരു ധീരത അല്ല എന്ന് പറഞ്ഞെടുക്കുക. പേടിക്കേണ്ടത് അള്ളാനെ മാത്രമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരും ചില ആൾക്കാർ. അംറും ബിൽ മഅറൂഫി നഹ്യു അനിൽ മുൻകറിന് ശുറൂത്തുകളില്ലേ? അപ്പൊ ഈ കാര്യം പറയുമ്പോൾ
ചില ആൾക്കാർക്ക് ഒരു പരിഹാസമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആവേശം കൊണ്ട് കാര്യമല്ല. എല്ലാത്തിനും ഒരു മൻഹജ് ഉണ്ട്, ഒരു രീതിയുണ്ട്. അത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. ആ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളത് അവസാനിപ്പിച്ചിട്ട് 4ാമത്തെ അസ്ലിലേക്ക് നമ്മൾ പോകും. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കൂടി നമ്മൾ ഈ വിഷയത്തിൽ പറയും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യും.